It's me Marina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് മാംഗോ പിക്കിളിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉള്ളത് നമുക്ക് ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ മാംഗോ പിക്കിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ എണ്ണയും കടുകൊക്കെ പൊട്ടിച്ച് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുക. പക്ഷെ നമ്മൾ സദ്യകൾക്കൊക്കെ കണ്ടിരിക്കുന്നത് എന്താ, തലേ ദിവസം അവർ വന്നിട്ട് മാങ്ങ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി പെട്ടെന്ന് അച്ചാറുണ്ടാക്കി പിറ്റേ ദിവസം അവർ സദ്യക്ക് വിളമ്പും. അതേപോലത്തെ അച്ചാറാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക, എടുക്കുമ്പോൾ നല്ല മൂത്ത പുളിയുള്ള മാങ്ങ എടുക്കാം, എന്നാലാണ് നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അരിയുമ്പോൾ വളരെ കനം കുറഞ്ഞ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക, എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉപ്പും മുളകൊക്കെ അതിനകത്ത് പിടിക്കുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉപ്പും പുളിയും എല്ലാം അതിൽ പിടിക്കണം. അതുകൊണ്ട് ഏറ്റവും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ അച്ചാറിലെല്ലാം പിടിക്കുള്ളൂ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അരിയുന്ന കാര്യത്തിലും മാങ്ങ എടുക്കുന്ന കാര്യത്തിലും അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നമ്മുടെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കണം, അല്ലെങ്കിൽ തന്നെ ഇത് അധികം നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാങ്ങയൊക്കെ എടുക്കുമ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. പിന്നെ അച്ചാറുണ്ടാക്കുന്ന ആ പാത്രവും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. പിന്നെ നമുക്ക് തീർന്നില്ലെങ്കിൽ, നമ്മൾ പെട്ടെന്ന് തന്നെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, അപ്പോൾ ഇത് തീർന്നില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് മാങ്ങ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്കി അരിയുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാനൊരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ വേണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കായപ്പൊടിയും വേണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. ഈ വിനാഗിരിയുടെ ടേസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തിളപ്പിച്ചായിട്ട് കുറച്ച് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ കുറച്ച് ചാറ് വേണം. നമ്മൾ കണ്ടിട്ടില്ലേ സദ്യയിലൊക്കെ ഒരു കുഞ്ഞ് സ്പൂണിൽ കുറച്ച് ചാറും കുറച്ച് പീസായിട്ടാണ് നമുക്ക് സദ്യയിൽ അച്ചാർ കിട്ടുക. അപ്പോൾ അതനുസരിച്ച് ഉള്ള ചാറ് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് അളവ് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾ എടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇനി ഈ ബൗളിലോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് മാങ്ങയിൽ മിക്സായിട്ട് വരണം. നിങ്ങൾ കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൈ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ വെച്ച് ചെയ്തോളൂ. ഇപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും, മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തിറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1 മണിക്കൂർ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. അപ്പോൾ ഞാനിതൊന്ന് 1 മണിക്കൂറൊന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്തൊന്ന് ഇറക്കി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് അലുത്ത് മാങ്ങയിൽ നിന്നുള്ള വെള്ളവും കുറച്ച് ഇതിനകത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര നേരം വെക്കുന്നോ അതനുസരിച്ച് ഇതിനകത്തു നിന്നുള്ള വെള്ളം കൂടി വരും. പിന്നെ നമുക്ക് ബാലൻസുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ബാലൻസുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ എരിവനുസരിച്ച് ഓരോരുത്തർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, ഉലുവാപ്പൊടി ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറാട്ടോ. അപ്പോൾ ഇതും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിനകത്തോട്ട് വിനാഗിരിയാണ്. വിനാഗിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വിനാഗിരിയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ചാറ് വേണം. കാരണം സദ്യയിലൊക്കെ നമുക്ക് കുറച്ച് ചാറും കൂടി കൂടിയിട്ടല്ലേ അച്ചാറ് കിട്ടുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം ആവാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നല്ല ചാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ അച്ചാർ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ചാറും കുറച്ച് പീസായിട്ടാണ് വരണേ. അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. അധികം വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെള്ളം ഇതിൻ്റെ ഒപ്പത്തിനൊന്നും കിടക്കാവുന്ന രീതിയിൽ, അതായത് എടുക്കുമ്പോൾ കുറച്ച് ചാറും കുറച്ച് കഷ്ണം കൂടി വരാവുന്ന രീതിയിലുള്ള അത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചാറും ഇതിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമ്മുടെ അച്ചാറിന് കിട്ടും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് കുറവാണെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം, പുളി കുറവാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം, എന്ത് കുറവാണെങ്കിലും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചമാങ്ങ അച്ചാർ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.